വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം കൊപ്രക്കളത്തെ അനധികൃത ബാർ അടച്ചുപൂട്ടുവാനുള്ള ഗ്രാമസഭാ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. കൊപ്രക്കളത്തെ നടുലുവീട്ടിൽ മരിയ ബാർ അടച്ചുപൂട്ടാനുള്ള ഗ്രാമസഭാ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചു. ബുധനാഴ്ച നടന്ന യോഗത്തിലാണ് അനധികൃത ബാർ പൂട്ടാനുള്ള തീരുമാനത്തിന് അംഗീകാരമായത്. കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ബാർ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിന് 3000-ഓളം രൂപയാണ് നികുതി ഈടാക്കിയിരുന്നത്. ഇത് പുനർനിർണയിച്ച് നികുതി ഈടാക്കുവാനും തീരുമാനമായി. നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ള നിലവിലെ കെട്ടിടത്തിന് 500,000 രൂപയോളം നികുതി കെട്ടേണ്ടി വരുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ബാർ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള നടപടികൾ എടുക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനം നിർത്തുന്നതിന് നോട്ടീസ് നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ അടുത്ത ദിവസം മുതൽ ഉണ്ടാകും. ഇതോടെ മദ്യശാലയ്ക്കെതിരെയുള്ള ജനവികാരത്തോടൊപ്പം നിൽക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കും. വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി മദ്യശാലയ്ക്കെതിരെ നടത്തുന്ന സമരവും ഇതോടെ വഴിത്തിരിവിലെത്തുകയാണ്. കയ്പമംഗലത്ത് ഭവന നിർമ്മാണത്തിനും എടത്തിരുത്തിയിൽ ഉൽപാദന മേഖലയ്ക്കും ഊന്നൽ നൽകി ബജറ്റ് അവതരിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്തിന്റെ ഭവനരഹിതരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭവന നിർമ്മാണ പദ്ധതിക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ഇതിനായി 80 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കുടിവെള്ള പെൻഷൻ പദ്ധതികൾക്ക് കാര്യമായ വിഹിതങ്ങൾ നീക്കിവച്ചിട്ടുള്ള ബജറ്റിൽ 15.5 കോടി വരവും 15.16 കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 33 ലക്ഷം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമ വൈദ്യുതീകരണം ജില്ലാ പഞ്ചായത്ത് വീതം തെരുവുവിളക്ക് 5 ലക്ഷം രൂപ. SC ജനറൽ റോഡുകൾ ജില്ലാ പഞ്ചായത്ത് വീതം 25 ലക്ഷം രൂപ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ധനസഹായം സമ്പൂർണ്ണ ശുചിത്വ പരിപാടി 17 ലക്ഷം രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2,40 ലക്ഷം രൂപ. സാക്ഷരത 82,800 രൂപ. ജനറൽ പർപ്പസ് ഗ്രാന്റ് 88 ലക്ഷം രൂപ. മറ്റിനങ്ങൾ MP ബാർ MLA 55 ലക്ഷം രൂപ. ആയുർവേദ വകുപ്പ് 10,000 രൂപ. ഉൽപാദന സേവന മേഖലകൾക്ക് പ്രാമുഖ്യം നൽകിയ എടത്തിരുത്തി പഞ്ചായത്ത് ബജറ്റിൽ 9.7 കോടി വരവും 8.87 കോടി ചെലവും 20 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ ബജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷവും ഈ മേഖലകൾക്ക് തന്നെയാണ് ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി പദ്ധതി രൂപീകരണം പൂർത്തീകരിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഉൽപാദന മേഖലയിൽ കൃഷി, മൃഗസംരക്ഷണ പദ്ധതികളും സേവന മേഖലയിൽ ഭൂരഹിത ഭവനരഹിത പദ്ധതികൾക്ക് പുറമെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമെന്ന നിലയിൽ കുടിവെള്ള പദ്ധതിക്കായും നാം വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. സമൂഹം സംരക്ഷിക്കേണ്ട വിഭവങ്ങളായ ആശ്രയ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കുള്ളവർ തുടങ്ങി പ്രബല വിഭാഗത്തെ അകമഴിഞ്ഞ് സഹായിക്കാവുന്ന സമീപനം നാം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ മേഖലയിൽ BJP അക്രമം നടത്തുന്നുവെന്ന് ആരോപിച്ചും അക്രമങ്ങൾക്കെതിരെ കർശന നിലപാടെടുക്കുന്നതിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് CPIM കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KR ചൈത്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ KB മഹേശ്വരി, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, അഡ്വക്കേറ്റ് CP രമേശൻ, KS കൈസാബ്, KK ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. ആ ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ഓഫീസ് ഈ വർഗീയ ശക്തികളുടെ ആക്രമണത്തിന് വിധേയമായി. ഓഫീസിന്റെ ചില്ലുകൾ തകർത്ത് ഓഫീസിന്റെ എല്ലാ മറ്റു ആയുധങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഉപകരണങ്ങളെല്ലാം തകർക്കുക. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഇടത്തെ ഈ ഓഫീസിൽ വലിയ ശക്തമായി ആക്രമണം സംഘടിപ്പിച്ചു. അതുകൊണ്ടായില്ലേ ഈ ശക്തികൾ തന്നെ, ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ തന്നെ അവിടെ ഒരു വലപ്പാട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിച്ച ഡോർമിറ്ററിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10:30 ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുമെന്ന് വലപ്പാട് SI KG ആന്റണി പറഞ്ഞു. കേരളത്തിലെ തന്നെ തീരദേശത്തെ ആദ്യ സംഭവമാണ് ഡോർമിറ്ററി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 10-200 പേർക്ക് ഈസി ആയിട്ട് നമ്മളോട് കവർ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയോ സ്കൂളുകൾ അടച്ചിട്ട് വേണം നമുക്കൊരു സൗകര്യം ചെയ്ത് തരാനായിട്ട്. അപ്പോൾ ആ സൗകര്യം ഒഴിവായി. പിന്നെ തീരദേശം ഒരു കൺട്രോൾ റൂം വരും. ഭാവിയിൽ ഇവിടെ സ്ഥിരം കൺട്രോൾ റൂമായിട്ട് വരും. അതെ, അതായത് കൺട്രോൾ റൂം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ തീരദേശത്ത് ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഒരു മിനി എയർ ക്യാമ്പ് മാതിരിയാണ്. അപ്പോൾ അത് എന്ത് പ്രശ്നമുണ്ടാവും. ഇപ്പം നമ്മൾ സെൻട്രലിലാണ് എടുക്കുന്നത്. വലപ്പാട് എന്ന് പറഞ്ഞാൽ ഏകദേശം മധ്യഭാഗത്താണ് ജില്ലയുടെ.
ഈ കോസ്റ്റൽ ബെൽറ്റിൻ്റെ മധ്യഭാഗത്താണ്. ഏത് സ്ഥലത്തേക്കും ചാവക്കാട് ഭാഗത്തേക്കാണോ ഇനി കൊടുങ്ങല്ലൂർ മേഖലയിലേക്കാണോ അവിടേക്ക് വേണമെങ്കിൽ ഓടി എത്താവുന്ന രീതിയിൽ സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചത്. 1 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. 1 വർഷമാണ് ഇത് നിർമ്മിക്കാൻ ആവശ്യമായ സമയം. ഏകദേശം ആ ടൈമിൽ തന്നെ അത് നടത്തി പൂർത്തീകരിച്ചു തന്നു. ഗീതാ ഗോപി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പോലീസ് മേധാവി KS ബാലസുബ്രഹ്മണ്യൻ, IG S ഗോപിനാഥ്, ADGP N ശങ്കർ റെഡ്ഡി, PC ചാക്കോ MP, MLAമാരായ TN പ്രതാപൻ, PA മാധവൻ, KV അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, SP N വിജയകുമാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് എന്നിവർ പങ്കെടുക്കും. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിവേല മഹോത്സവം ഈ മാസം 27 മുതൽ മാർച്ച് 5 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് കൊടിയേറ്റം നടത്തും. പട്ടാമ്പി കളരിക്കൽ പണിക്കന്മാർ ക്ഷേത്രനടയിലെത്തി കൊട്ടി വിളംബരം ചെയ്യുന്നതോടെ ഉത്സവാഘോഷത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് രാത്രി 8-ന് നൃത്തനൃത്യങ്ങൾ കേരള കലാമണ്ഡലം അവതരിപ്പിക്കും. സേതുബന്ധനം, ചാക്യാർകൂത്തും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നാടകം, കൂത്ത്, നൃത്തസന്ധ്യ എന്നീ കലാപരിപാടികൾ നടക്കും. ഉത്സവ ദിവസമായ മാർച്ച് 5-ന് രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3-ന് 7 ഗജവീരന്മാർ അണിനിരക്കുന്ന കാഴ്ച ശിവേലിയും മേള കലാനിധി പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സുധീർ മാരാത്ത്, സുമേഷ് പാനാട്ടിൽ, വി ജനാർദ്ദനൻ, TC ബിജു എന്നിവർ പങ്കെടുത്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിൽ ദിനം 200 ദിവസമാക്കുക, തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അരി 2 രൂപക്ക് കൊടുക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുള്ള സമയത്ത് ഏകദേശം 40 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക്, ചുമട്ടുതൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അടക്കമുള്ള ഏകദേശം 40 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് 35 കിലോ അരി വീതം 2 രൂപ നിരക്കിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ഗവൺമെന്റ് വന്നു ഞങ്ങൾ മാറ്റാം, ഞങ്ങള് പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റാണ്. 2 രൂപ എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങള് 2 രൂപ എന്നത് മാറ്റി 1 രൂപയാക്കി. ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. MK രാമചന്ദ്രൻ, K വിശ്വംഭരൻ, TK ദേവദാസ്, MC ശശിധരൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSF 3-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന മതപ്രഭാഷണവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും മാർച്ച് 1-2 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 1 ശനിയാഴ്ച രാത്രി 8 മണിക്ക് മഹല്ല് ഖത്തീബ് KSIK തങ്ങൾ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തും. KK അബൂബക്കർ ഹാജി സുവനീർ പ്രകാശനം നടത്തും. അബു ഖത്താദ സഖാഫി ഉദ്ബോധന പ്രസംഗം നടത്തും. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് PA അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്യും. രാത്രി 8-ന് നടക്കുന്ന മതപ്രഭാഷണം ഹാഫിൽ ഖാലിദ് ബാഖവി ഉദ്ഘാടനം ചെയ്യും. റാഫി അൻവരി ഉദ്ബോധന പ്രസംഗം നടത്തും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി, പഞ്ചായത്ത് അംഗങ്ങളായ PA മുഹമ്മദ്, അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുക്കും. സയ്യിദ് ഫൈസി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PA ഇസ്ഹാഖ്, PM മുഹമ്മദ് അലി, KK അബൂബക്കർ, PA സൈനുദ്ദീൻ, CM കബീർ, CA ഷംനാഥ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ചളിങ്ങാട് മുസ്ലിം ലീഗ് പ്രവർത്തകൻ പുതിയ വീട്ടിൽ മുസ്തഫയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കയ്പമംഗലത്തിന്റെ കിഴക്കൻ മേഖലയായ ചളിങ്ങാട് പ്രദേശത്ത് തുടർച്ചയായി സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാൻ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ PA ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, KK PK മുഹമ്മദ്, KB ഹംസ, TK അലി, KA പുരുഷോത്തമൻ, KM ഇബ്രാഹിം, PM സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും അക്രമം. കയ്പമംഗലം ചളിങ്ങാട് മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലേറ്. എടത്തിരുത്തിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് ഏകപക്ഷീയ നിലപാടെടുക്കുന്നു എന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ മതിലകത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നു. കയ്പമംഗലം കൊപ്രക്കളത്തെ അനധികൃത ബാർ പൂട്ടാനുള്ള ഗ്രാമസഭാ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.